എൻ്റെ പേര് ബിജു ചാക്കോ. ഇരിങ്ങാലക്കുട രൂപതയിൽ വെള്ളാനി ഇടവക അംഗമാണ് ഞാൻ. എൻ്റെ ഭാര്യ സിബി ബിജു. ഞങ്ങൾക്ക് 4 മക്കളാണ്. മൂത്ത മകൻ ഫെഡറിക് ബിജു, രണ്ടാമത്തെ മകൾ ആൻഡ്രീന ബിജു, മൂന്നാമത്തെ മകൻ ബെനഡിക്ട് ബിജു, നാലാമത്തെ മകൾ അറീന ബിജു. ആദ്യത്തെ മോൻ്റെ പേര് ഫെഡറിക് ബിജു. അവൻ ഈ കൊല്ലം 8ാം ക്ലാസ്സിലേക്കാണ്. അവന് ഫുട്ബോള് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ അക്കാദമിയിലൊക്കെ കയറിയിട്ടുണ്ട്, പഠിക്കാനുണ്ട് അവിടെ. പിന്നെ അവനുള്ളത് ഇങ്ങനെ ഓരോ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു വണ്ടി ഉണ്ടാക്കാൻ എന്തായാലും ആ വണ്ടി എങ്ങനെ ഉണ്ടാക്കണ്, അത് അതിൽ ഏത് ഫ്ലൂയിഡാണ്, അതൊക്കെ എല്ലാ കാര്യങ്ങളും അങ്ങനെ കൂടുതൽ അറിയാനുള്ളൊരു ഇതാണ്. രണ്ടാമത്തെ മകള് ആൻഡ്രീന ബിജു. അവള് നന്നായി പെയിന്റിങ് ചെയ്യും, ഡ്രോയിങ്ങും അവൾക്ക് നന്നായി ചെയ്യും. പിന്നെ എല്ലാ കോമ്പറ്റീഷനിലും അവള് പങ്കെടുക്കാറുണ്ട്, പ്രൈസ് വാങ്ങാറുണ്ട്. പിന്നെ മൂന്നാമത്തെ ആളാണ് ബെനഡിക്ട് ബിജു. അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം സ്കേറ്റിംഗ് ആണ്. അത് സ്കൂളിൽ പഠിക്കുന്നുണ്ട് ആള്. നാലാമത്തെ ആള് അറീന ബിജു. ആളിപ്പോൾ LKGക്ക് ആയിട്ടുള്ളൂ. പക്ഷെ ആൾക്ക് അവളെ വെച്ച് ഞാൻ കണ്ടേക്കണം, അവൾക്ക് നന്നായി പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നന്നായി ഡാൻസ് കളിച്ചോളും. ഒരു പാട്ടിട്ട് കൊടുത്താൽ ആ സ്പോട്ടിൽ ആള് കളിച്ചോളും. പെണ്ണ് കാണാൻ വന്നപ്പോൾ ആദ്യം പറഞ്ഞത് എൻ്റെ വീട്ടിൽ കുറേ മക്കളുണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്കും അപ്പച്ചനും കുറേ മക്കളുണ്ട്. അപ്പം എനിക്കും ഒരു 5 മക്കളെങ്കിലും ഉണ്ടാവണമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാനും അത് ഓക്കെ പറഞ്ഞു. അപ്പം ഓക്കെ, ആൾക്ക് അതാണ് ആഗ്രഹമെങ്കിൽ ഞാനും കൂടെ ചേരാമെന്ന് ഞാൻ സമ്മതം പറഞ്ഞു. ഞങ്ങൾ 12 മക്കളൊരു കുടുംബത്താണ് ജനിച്ചത്. അപ്പം ഞങ്ങൾക്ക് ഇതുവരെ ഒരു പ്രോബ്ലം, ഞങ്ങൾ 7 ആണും ഒരു പെണ്ണാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അതിൽ ഒരു പ്രോബ്ലം ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ നല്ല സഹകരണത്തിലാണ് പോണത് എല്ലാവരായിട്ടും, ചേട്ടനന്മാരായിട്ടും എല്ലാവരായിട്ടും. അപ്പോൾ ഞങ്ങൾ ഒരുപാട് മക്കളുള്ള കാരണം ഇപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളുടെ മക്കൾ അവിടെ ചെന്ന് നിൽക്കുമ്പോഴായാലും ഒരു നല്ലൊരു ഉത്സവമായിരിക്കുക. ഒരു 15 പിള്ളേർ ഉണ്ട് ഞങ്ങൾക്ക് മൊത്തം. ഇപ്പോൾ ചെറുപിള്ളേർ, വലിയ പിള്ളേരൊക്കെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഇവർ കളിക്കാനായാലും ഒരു മിനിറ്റ് ഒഴിവിട്ട് എൻ്റെ മക്കൾ പറയും, പപ്പ ഞങ്ങൾ തറവാട്ടിൽ പോവാം. അപ്പോൾ ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അമ്മേനെ നന്നായിട്ട് അവർ കെയർ ചെയ്യും, അമ്മ നന്നായിട്ട് കെയർ ചെയ്യുകയും ചെയ്യും, അമ്മേനെ അവരും കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ നല്ല ഹാപ്പി ആയിട്ട് വരും അവിടെ നിന്ന്. പിന്നെ വൈകിട്ട് ഞാൻ പോയി കൊണ്ടുവരുള്ളൂ. രാവിലെ കൊണ്ടാക്കി പോകുന്ന വൈകുന്നേരം അവർ കടിച്ച് മതിച്ച് സെറ്റായിട്ട് പോരും അവിടെ നിന്ന്. അപ്പോൾ അത് ഞങ്ങളൊരു ഭയങ്കര ഒരു, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അല്ലെങ്കിൽ ഫസ്റ്റേ തൊട്ടേ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തത്. ഞങ്ങൾക്കൊരു പ്രോബ്ലം ഇതുവരെ മക്കൾ കൂടിയോണ്ട് പ്രോബ്ലം ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ മുന്നേ തന്നെ മക്കൾ കൂടുതൽ വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് റിസ്ക് എടുത്തിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവരെ സേഫാക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഭാവിയിലേക്ക് ഗുണം ചെയ്യുന്നതാണ് 100% ഉറപ്പാണ്. നമുക്ക് കുറേ മക്കളുണ്ടെങ്കിലും 1 2 ആയാലും അതിനെ കൂടുതലായാലും നമ്മളത് അവരെ ആ രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് എല്ലാവർക്കും ഒരേ ഇതന്നെ വരണല്ലോ. എല്ലാവരും വിചാരിക്കും കുറേ മക്കളുള്ളപ്പോൾ നമുക്ക് നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം എന്നോട് തന്നെ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, 2 മക്കളുള്ള എനിക്ക് പറ്റണില്ല, നിനക്ക് എങ്ങനെയാണ് ഈ 4 മക്കളുള്ളത്? ഞാൻ പറഞ്ഞു എനിക്ക് അതിലൊരു ബുദ്ധിമുട്ട് ഇന്നേ വരെ തോന്നിയിട്ടില്ല. കാരണം മൂത്തവർ തന്നെ നമുക്ക് ആ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളല്ല. അതും ഇപ്പോൾ അവരും ഹെൽപ്പ് ചെയ്യാൻ വരും. ബാക്കി അവരെ നോക്കലായാലും ഇപ്പം അവരെ കുളിപ്പിക്കലായാലും പഠിപ്പിക്കലായാലും എല്ലാം അവര് മൂത്തവര് ചെയ്യണ കാരണം അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. അപ്പം ഞാൻ അവരോട് എപ്പോഴും പറയും, അത് 1 2 ഉള്ള കാരണമാണ് നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യണത്. പക്ഷെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ പേടിക്കേണ്ടെന്ന് പറയും. ഒരു പിന്നെ പഠിപ്പിക്കാനായാലും അതിനൊക്കെ ആയാലും കുഴപ്പമില്ല. അത് എങ്ങനെ പോയാലും നമ്മളിപ്പോൾ പറയല്ലോ, ഒരു വാഴ നടുമ്പോൾ എൻ്റെ അടുത്ത് ചീര നട്ടാലും അത് ഒരു നനവന്ന് അതും വളർന്നോളും. അതേപോലെ ഒരു കുഴപ്പമില്ല എല്ലാവരുടെ കാര്യത്തിലും. നമുക്ക് കുറേ എന്താ പറയുക 1 2 ഉണ്ടായി അവർക്ക് കൂടുതൽ വിദ്യാഭ്യാസം കൊടുക്കുക. ഇതിപ്പോൾ 4 ഉണ്ടായാലും നമ്മളെന്തായാലും അതിൽ 2 ആൾക്കല്ലല്ലോ, എല്ലാവർക്കും തുല്യമായിട്ട് നമ്മൾ ചെയ്യുള്ളൂ. അപ്പം അങ്ങനെ അതുകൊണ്ട് കൂടുതൽ മക്കളുണ്ടായോണ്ടൊന്നും ഒരു പ്രശ്നമില്ല എന്നാണ്. ഭൗതികമായ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴും നമ്മൾ നന്നായി പ്രാർത്ഥിക്കും. ഞാൻ ഡെയിലി നന്നായി പ്രാർത്ഥിക്കുന്ന ആളാണ്. നന്നായി പ്രാർത്ഥിച്ച് എൻ്റെ വൈഫിനായാലും മക്കൾക്കായാലും അസുഖങ്ങൾ വരുമ്പോഴും നമുക്ക് ഭയങ്കര ഒരു
എന്താ ചെയ്യുക, പെട്ടെന്ന് വരിക അസുഖങ്ങൾ. അങ്ങനെ വരുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. പക്ഷേ അതൊക്കെ ഭംഗിയായിട്ട് നമ്മൾ തരണം ചെയ്ത് പോയിട്ടുണ്ട്. എത്ര പൈസയുടെ പ്രശ്നങ്ങളായാലും നമ്മ ദൈവം അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഭംഗിയായിട്ട് സാധിച്ചിട്ട് വന്നിട്ടുള്ളൂ. ആ അസുഖവും മാറിയിട്ടുണ്ട് ഭംഗിയായിട്ട്. കുഞ്ഞു മനസ്സിൽ മുമ്പേ നിങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവന ഈശോയേ ഈശോയേ, ആശ്വാസം നീയല്ലോ. കുഞ്ഞാനാം പറഞ്ഞവൻ കുഞ്ഞുങ്ങളാവൻ വന്നവൻ, സ്വർഗത്തിൽ ഒരു പൂന്തോട്ടം നല്ല കുഞ്ഞുങ്ങൾക്കായി തീർത്തവന്. സ്വർഗത്തിൽ ഒരു പൂന്തോട്ടം നല്ല കുഞ്ഞുങ്ങൾക്കായി തീർത്തവന്. നീ വരൂ പൂന്തിങ്ങളാ, നീ വരൂ പൂന്തിങ്ങളാ, നീ വരൂ പൂന്തിങ്ങളാ, നീ വരൂ പൂന്തിങ്ങളാ. ഒരു വേദോപദേശത്തിന് നമ്മൾ എല്ലാ ക്ലാസ്സിലും ഭംഗിയായിട്ട് അവർ പഠിക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ CP തന്നെയായിരിക്കും കേട്ടോ അവരുടെ കാര്യങ്ങളൊക്കെ, പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ. ഞാൻ ഒരു നിർബന്ധമുള്ള കാര്യം, കുർബാനയ്ക്ക് പോകണമെങ്കിൽ കൈകൂപ്പി പിടിച്ചെന്ന് ഭംഗിയായിട്ട് കുർബാന കാണണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. ഞാൻ ആദ്യമേ ധ്യാനവും കാര്യങ്ങളൊക്കെ കൂടിയേക്കണ കാരണം അതിലൊക്കെ എനിക്ക് ഭയങ്കര വിശ്വാസം കാര്യമുള്ള. അപ്പോൾ അതവർ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഓൾഡർ ബോയ്സിലുണ്ടവൻ മൂത്ത മകൻ മാത്രം, മറ്റൊരു പോകാറായിട്ടില്ല, ചെറിയ മക്കളാണ്. അപ്പോൾ അവർ പോകുന്നില്ല. അവർ വേദോപദേശത്തിനും ഉണ്ട്, ബാക്കി അത്ര ഇൻവോൾവ് അല്ല. പിന്നെ പള്ളിയിൽ ഇതൊക്കെ എന്താ പറയുക, ക്രിസ്തുമസിന് കരോള്, കുരിശിൻ്റെ എല്ലാ പരിപാടികൾക്കും പങ്കെടുക്കും. ഫുൾ ടൈം ഉണ്ടാവും ഇവിടെ. അങ്ങനെ പറ്റുന്ന രീതിയിലൊക്കെ ദൈവം അനുഗ്രഹിച്ച് എല്ലാവരും പോകുന്നുണ്ട്, ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അത് എല്ലാ ദിവസവും വൈകിട്ട് ഒരു 7 മണി 7:30 കഴിയുമ്പോൾ, കാരണം വെച്ചാൽ അധികം നേരം വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓരോരുത്തരുടെ സൈഡിൽ ഉറക്കം, അതായത് സ്കൂളിൽ പോയി വരുമ്പോൾ ഭയങ്കര ക്ഷീണത്തിൽ വരാം. അല്ല മുടക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല, എത്ര നല്ലിരിക്കും. സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം. അപ്പം അതുകൊണ്ട് ഇപ്പം ഞാൻ എന്തായാലും പരമാവധി ഞാൻ പറയും ഒരു 7 മണി 7:30 ആ ടൈമിൽ, 8 മണിക്കുള്ളിൽ. ചിലപ്പോൾ പപ്പ എത്തിയെന്ന് വരില്ല, അപ്പം ഞാൻ പറയും പപ്പേനെ വെയിറ്റ് ചെയ്യണ്ട. പപ്പ വരുമ്പോൾ ചിലപ്പോൾ 9 മണി 10 മണിയാവും. ആ ടൈം വരെ ഇരിക്കേണ്ട. അപ്പോൾ പരമാവധി ഞാൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, നീ ഒരു 8 മണിയാകുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചോളൂ. ആ സമയത്ത് ഞാൻ എത്താണെങ്കിൽ എത്താം, അല്ലെങ്കിൽ അപ്പം ഞങ്ങൾ വിളിച്ചൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുള്ളൂ. പിന്നെ എനിക്ക് മനസ്സിലായി ഇത്തല് ആൾ കണക്കായിരിക്കും, കാരണം പിന്നെ നേരം വെക്കും പറഞ്ഞിട്ട് കാര്യമില്ല, ആളുടെ ഒരു തിരക്കുകാരനായിരിക്കാന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ ഞാൻ ഒരു 7 മണി 7:30 ആകുമ്പോൾ ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന തുടങ്ങും. അപ്പോൾ മൂത്ത ആൾക്കാരോട് ഞാൻ പറയും ത്രിസന്ധ്യ ജപം തൊട്ട് തുടങ്ങിക്കുക. കാരണം അവർ ആദ്യ കുർബാന സ്വീകരണത്തിന് മുമ്പേ തന്നെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇപ്പോൾ തന്നെ എത്തിച്ച് പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് ആ സമയത്ത് ബുദ്ധിമുട്ട് വരില്ല. ആ സമയത്ത് തന്നെ നമസ്കാരങ്ങളും ഓരോ ദിവസം കുറച്ച് ആയിക്കോ, കൊന്തത് കഴിയുമ്പോൾ നമുക്ക് ചൊല്ലാം. അപ്പോൾ ആ ലെവലിൽ അവർ എത്തിച്ചാൽ അവർക്ക് അതിനൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഇപ്പം അവരെ കണ്ട് അവർ പ്രാർത്ഥിക്കാതിരിക്കണ കണ്ട് ഇപ്പോൾ 4ാമത്തെ ആൾ വരെ അത്യാവശ്യം സർവ്വസ്മിതാന്ന് പറഞ്ഞാൽ അതൊക്കെ എനിക്ക് അവരെ പഠിപ്പിക്കണമെന്നല്ല, ഇവരെ തന്നെ അത് പഠിച്ച് പോന്നിട്ടുണ്ട്. പിന്നെ പ്രാർത്ഥന കുഴപ്പമൊന്നുമില്ല. അവര് ഇപ്പം നമ്മളിവിടെ എല്ലാവരും ആ സന്ധ്യ ടൈമിൽ നമ്മൾക്കിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ ചെട്ടിക്കാട് പോവും. അങ്ങനെ എല്ലാ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് നമ്മൾ ആ ടൈമിൽ പോവും. അപ്പം നമുക്ക് വീട്ടിൽ വന്ന് ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ നേരം വൈകുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വണ്ടിയിലിരുന്ന് തന്നെ ഒരു ജപമാല ചൊല്ലി ഞങ്ങൾ കാഴ്ചവെക്കുന്നതായിരിക്കും എല്ലാ ദിവസവും. മൊബൈലിൽ ഞാൻ ഒരുപാട് യൂസ് ചെയ്യുന്ന ആളാണ്. യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ മൊബൈലുകൊണ്ട് മൊബൈലും ബൈക്കും ഉണ്ടെങ്കിൽ ഞാൻ ഭംഗിയായിട്ട് ജീവിച്ചു. കാരണം ഒരു 18 കൊല്ലമായിട്ട് ഞാൻ ഈ ഫീൽഡ് ബന്ധമുണ്ട് ബിസിനസ്സായിട്ട്. അവർ 15 കൊല്ലം കമ്പൽസറി എനിക്ക് വരുന്ന കോളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കോളുകൾ എടുത്താൽ മതി, ഞാനത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ജീവിച്ചു പോകും. ആ രീതിയിൽ സെറ്റായിട്ട് ചെയ്യാൻ. അപ്പോൾ എനിക്ക് മൊബൈൽ ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ അതും കറക്റ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് 10 മണി കഴിഞ്ഞ് ഞാൻ മൊബൈൽ സൈലൻ്റ് ആക്കും. അത് കഴിഞ്ഞാൽ ഞാൻ രാവിലെ 6:30 കഴിഞ്ഞിട്ട് ഞാൻ ഓണാക്കുള്ളൂ. എന്നിലും ബിസി ചിലപ്പോൾ ഇവളായിരിക്കാം. അവൾ ഫോൺ അങ്ങനെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കും. അത് കഴിഞ്ഞ് ജസ്റ്റ് വാട്സപ്പും കാര്യങ്ങളൊക്കെ നോക്കും. മക്കളെ ഒരു കാരണവശാലും ഞങ്ങൾ ഈ സാധനം തൊടിക്കില്ല. പക്ഷെ എന്നാൽ അവർ സ്കൂളിലത്തെ കുറേ കാര്യങ്ങൾ പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇവളുണ്ടെങ്കിൽ മാത്രമേ ഇവളുടെ സാന്നിധ്യം അല്ലാണ്ട് കൊടുക്കില്ല, തൊടില്ല. നല്ല അടി കിട്ടണ്ടേ. ഇവളും പറയും സ്ട്രിക്റ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വേറെ ഒരു പ്രശ്നവും നമുക്കുണ്ടായിട്ടില്ല. TV ആയാലോ അതെ, കൊച്ചു TV കണ്ടിരുന്ന് ചില പിള്ളേർ പ്രാന്തി പിടിച്ചിരിക്കാനാണ്. പക്ഷെ നമ്മുടെ മക്കൾ അങ്ങനെയും ചെയ്യുന്നില്ല. കറക്റ്റ് ടൈം ഉണ്ട്, ആ ടൈം ഞാൻ അപ്പോൾ ഓഫ് ചെയ്യും. അവർക്കറിയാതെ. ഇപ്പോൾ TV ആണെങ്കിലും മക്കൾ അധികം ഓവറായിട്ടൊന്നുമില്ല. അത് നമ്മൾ പറയും ടൈം കഴിഞ്ഞാൽ അവർ അതെ പിള്ളേരാണല്ലോ, അവർ ഇങ്ങനെ കാണാനിരുന്ന അവരെന്തായാലും ഇങ്ങനെ തുടർന്നുകൊണ്ട് പോവും. പക്ഷെ നമ്മളിവിടുന്ന് പറയും നിർത്തിക്കോ മതിയിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. ചിലപ്പോൾ വല്ല ക്രിട്ടിക്കൽ സ്റ്റേജിൽ നമ്മൾ പറയും കൊച്ചു TV വെച്ചോട്ടാന്ന് പറയും. അത് കഴിഞ്ഞാൽ അപ്പം തന്നെ കഴിഞ്ഞോട്ടാ നിർത്തിക്കോ, അപ്പം തന്നെ നിർത്തി. അല്ലെങ്കിൽ ഒരു സിനിമ
ഒരു സിനിമ കണ്ട് മുഴിപ്പിക്കുക, അല്ലാണ്ട് ഇപ്പം മാറി മാറി വരുന്ന പടങ്ങൾ കാണുക. പിന്നെ മൂത്ത മകൻ എന്ന് പറഞ്ഞാൽ അവന് കുറച്ച് സ്പോർട്സിനോട് ഭയങ്കര താല്പര്യമാണ്. പിന്നെ മറ്റേ എന്താ പറയുക, മൃഗങ്ങളുടെ ജിയോഗ്രാഫി അങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ അത് കുറച്ചേരെ കാണും. വേറെ ആരും പ്രശ്നക്കാരൊന്നുമില്ല നമ്മൾ പറഞ്ഞ. പിന്നെ വെച്ചാൽ ഞാൻ നോക്കിയപ്പോൾ അതില് അവരിങ്ങനെ അനാവശ്യമായിട്ട് ഇങ്ങനെ കാർട്ടൂൺ അധികം കാണുക. ഇപ്പൊ 4ാമത്തെ ഉണ്ണിയാണ്, അവളാണ് പിന്നെയും ഒന്ന് ജസ്റ്റ് കുറച്ചു നേരം കാണുക. അപ്പം ഞാൻ പറയും കുഴപ്പമില്ല, അവൾ അതിന്റെ അറിവല്ലേ ആയിട്ടുള്ളൂ, അപ്പൊ അവൾക്ക് കുറച്ചു നേരം വെച്ച് കൊടുത്തു. ബാക്കിയുള്ളവർ വലിയ പ്രശ്നമൊന്നുമില്ല. നല്ല രീതിയിൽ മക്കളെ നോക്കുന്നുണ്ട്. ഞാൻ പ്രതീക്ഷിക്കും, ഞാൻ മനസ്സിൽ കാണുമ്പോഴേക്കും ആള് എനിക്ക് ഞാൻ പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തരുന്നുണ്ട്. നല്ല അച്ചടക്കം പഠിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവർ വരുമ്പോൾ അവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ള ആള് പഠിപ്പിക്കുന്നുണ്ട്. മക്കളെ ഭംഗിയായിട്ട് നോക്കണേലും എനിക്ക് അതിലൊരു കുറവില്ലാണ്ട് എന്നെ നോക്കുന്നുണ്ട്. എൻ്റെ മനസ്സിൽ ഞാൻ പ്രതീക്ഷിച്ചാലും നല്ലൊരു വൈഫിനെ എനിക്ക് കിട്ടിയാണ്. അന്ന് ചേട്ടൻ്റെ ഡ്രസ് കോഡ് അങ്ങനെ ഓർമ്മയില്ല, പക്ഷെ ആളെ കൂടെ വന്ന ആളുടെ ഫ്രണ്ട്സ് ആയിരുന്നു. ഇവളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച ഒരു കുട്ടിയായിട്ട് തോന്നി. ആളെ ഫ്രണ്ട്സ് വന്നു, ആള് വന്ന് പെണ്ണ് കണ്ടു. അപ്പം ഞങ്ങൾ അവിടെയും ഞങ്ങളൊരു വീട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയമായിരുന്നു. അപ്പോൾ ഒക്കെ വീട്ടിലെ അകത്ത് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുള്ളൂ, ഒന്നും ഒതുക്കിയിട്ടില്ല. ആള് ജസ്റ്റ് ഒന്ന് വന്ന് ഇരിക്കുക, ഒരു ഗ്യാപ്പ് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേക്കപ്പ് ഇല്ലാതെയായിരുന്നു എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ ഞാൻ നിന്നത്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന അവളുടെ അമ്മയുണ്ടായി, അനിയത്തിണ്ടായി, ചേച്ചിണ്ടായി, ചേട്ടനുണ്ടായി. നമ്മള് പറയല്ലോ, നമ്മൾ എപ്പോഴും എന്തൊരു ചെറിയൊരു കാര്യങ്ങളും നമ്മൾ ഒരുങ്ങാനായിട്ട് ഒരുങ്ങുക, പക്ഷെ ഇത് ഒരു ഒരുക്കം പോലെ എനിക്ക് ചെയ്യാൻ പറ്റാതാണ് എന്നെ കണ്ടത്. എന്നിട്ട് എന്നെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെതായ എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളായാലും ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എൻ്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. അപ്പം അതൊക്കെ എന്നോട് ആള് കുഴപ്പമില്ല, ഞാൻ ഇനി കൂടി ഉണ്ടാവൂട്ടാ എന്ന് എനിക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട്. അത് ഇന്ന് വരെ പാലിച്ചിട്ടുണ്ട്. എനിക്കിതിൽ ദേഷ്യം കൂടുതലുള്ള ആളാണ്. കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്തിട്ടാവും ഇവിടെ വരിക. അവൾക്ക് ഞാൻ എൻ്റെ പ്രശ്നങ്ങളൊന്നും ഞാൻ അറിയിക്കാറില്ല. കാരണം അത് അറിയിക്കാൻ നിന്നാൽ അവൾ അത് അനുസരിച്ച് പിന്നെ മക്കളുടെ കാര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഞാൻ ദേഷ്യം കൂടുതലായാലും എല്ലാ കാര്യങ്ങളും ആള് നല്ലതാണെങ്കിൽ എല്ലാത്തിനും കൂടെ നിന്നോളാം. ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും കാര്യം കാണുമ്പോൾ നമ്മൾ പ്രഷർ കയറും, ചീത്ത പറയും. അപ്പോൾ ചെറിയ പ്രശ്നം പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. അത് ഞങ്ങൾ വൈകിട്ട് തന്നെ അതൊക്കെ ക്ലിയർ ആക്കാറുണ്ട്. ഞാൻ 0 എന്നാണ് ഞാൻ ഈ സ്റ്റേജിലേക്ക് എത്തുന്നത്. വളരെ കഷ്ടപ്പെട്ടു, ഭയങ്കര ഒരു ബുദ്ധിമുട്ട്, ഒരു കഷ്ടപ്പാട് ഒരു ഫാമിലിയായിരുന്നു ഞങ്ങളുടെ. അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ കയറി വരുന്നത് എന്നെ ദൈവം ഒരുപാട് സഹായിച്ചു. ഞാൻ എന്താ പറയുക, നമ്മുടെ എന്താ പറയുക, ഏറ്റവും 0 എന്നാണ് പറ്റുന്നത്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഞാൻ ഇവിടെ നിന്നൊക്കെ പുറത്തൊക്കെ പോയിട്ടൊക്കെ ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒഴിവ് ടൈം കിട്ടുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പള്ളിയിൽ നിന്ന് എനിക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും ഞാൻ അത് ചെറുപ്പം തൊട്ടിട്ടുള്ളതാണ്. എനിക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും ഞാൻ തിരുഹൃദയത്തിന്റെ മുമ്പിൽ പോയിട്ട് ഞാൻ കുറെ ഇഷ്യൂന് ചീത്ത പറയും. ഇതൊന്നും കാണണില്ലേ, ഞാൻ എന്തിട്ട് ചെയ്തിട്ടാ, എനിക്ക് ഞാൻ ചെയ്യാത്ത തെറ്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പെട്ടെന്ന് ഇത് വരും. അപ്പൊ ഞാൻ ഈശോട് ചോദിക്കാം, എന്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്ന, വെറുതെ എന്നോട് എന്തിനാ ഇങ്ങനെയാന്ന് ചോദിച്ചാൽ ഞാൻ ദൈവത്തോട് ദേഷ്യപ്പെടാറുണ്ട് ഞാൻ. പിന്നെ ഞാൻ ദൈവത്തോട് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ദൈവത്തോട് സ്വീകരിച്ചിട്ട് പറഞ്ഞ് ഞാൻ ബൈബിൾ തുറക്കും. എനിക്കറിയാം ഒരു വചനം ഞാൻ എടുക്കും. ദൈവത്തോട് ഇങ്ങനെ പറയുള്ളൂ, ഞാൻ ഇന്ന് എന്താണ് പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ പോകണ്ട, അത് ഓക്കെ ആണോ? അപ്പൊ ഞാൻ എടുക്കുന്ന ആ വചനത്തിന് ഒരു രോഗശാന്തി ആയാലും എന്തിട്ടായാലും ഞാൻ എടുത്ത് നോക്കുമ്പോൾ ആ വചനം നോക്കുമ്പോൾ എനിക്ക് അതിനുള്ള ഉത്തരം അതിലുണ്ടാവും. അതുകൊണ്ട് ഞാൻ എന്തും ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ട് തന്നെ ചെയ്യാറുള്ളൂ. നമ്മള് ചെറുപ്പത്തിലുള്ളൊരു ശീലമാണ്, 10ാം ക്ലാസ് തൊട്ടുള്ള ശീലമാണ്. ഡെയിലി ബൈബിൾ വായിക്കും. ഡെയിലി ഞാൻ വൈകിട്ട് കിടക്കണതിന് പാട് ബൈബിൾ വായിക്കേണ്ട കിടക്കില്ല. അത് എത്ര നേരം വൈകിയാലും അത് ഫാമിലിക്ക് അവൾക്കും അറിയാം. ഞാനിപ്പോൾ ഇപ്പോൾ നല്ലൊരു അവൾ എൻ്റെ കൂടെയിട്ടില്ല. അതിക്ക് മുന്നേ ഞാൻ 10ാം ക്ലാസ് തൊട്ടുള്ള ശീലമാണ്. പിന്നെ അതുമാതിരി എല്ലാ നോയമ്പുകളും ഞങ്ങൾ എടുക്കും. 25 നോയമ്പെടുക്കും, 50 നോയമ്പെടുക്കും. അതിലൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല. കറക്റ്റായിട്ട് ഞാനൊരു ഫണ്ട് കറക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ദശാംശം എൻ്റെ പ്രോഫിറ്റ് നോക്കി അതൊന്നും കൊടുക്കില്ല. എനിക്ക് ഡയറക്റ്റ് മനസ്സിലാവുന്ന ആൾക്കാർക്ക് ഞാൻ അതിൻ്റെ കുറച്ച് ചാരിറ്റി ആയിട്ട് ചെയ്യാറുണ്ട്. പിന്നെ പള്ളിയിൽ നേർച്ചയിലും പരിപാടിയൊക്കെ അവരുടെ പള്ളികളിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യാറുണ്ട്. ഒരു സംഘടനയിലും ഞാൻ പങ്കാളിയല്ല, പക്ഷെ ഞാൻ അവിടുത്തെ ആളെ പോലെയാണ് എല്ലാ കാര്യത്തിനും. ഞാൻ അങ്ങനെ എനിക്ക് അത് ഇതൊന്നുമില്ല. ഞാൻ എല്ലാത്തിനും എന്നെ കൊണ്ട് പറ്റണതായ രീതിയിൽ ഞാൻ എല്ലാത്തിലും സപ്പോർട്ട് ചെയ്ത് നിൽക്കാറുണ്ട്.
ഞങ്ങൾ ഏറ്റവും കൂടുതൽ പോയിട്ടുണ്ടാവും ചെട്ടിക്കാടായിരിക്കും ഞങ്ങൾ ഒരുമിച്ച്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യിക്കണം എന്ന് വെച്ചാൽ പള്ളിക്കും ഹോസ്പിറ്റലിലേക്കാണ്. ഈ 2 സ്ഥലത്തേക്കാണ് ഞങ്ങൾ എപ്പോഴും കുടുംബസമേതം യാത്രയാവാം. പിന്നെ വേളാങ്കണ്ണി എല്ലായിടത്തും പോയിട്ടുണ്ട്, ഒരുവിധം പറ്റുന്ന സ്ഥലങ്ങളിൽ. ഇനി ഇപ്പം മക്കളെ കൊണ്ട് എവിടെയെങ്കിലും ഒരു ടൂർ പോകണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ പണിയും കാര്യങ്ങളും അങ്ങോട്ട് എല്ലാത്തിനും അനുവദിക്കുന്നില്ല. സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ടൂർ പോകണമെന്ന് ആഗ്രഹമുണ്ട്. സ്വപ്നങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് വലിയ വലിയ സ്വപ്നങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ സാഹചര്യങ്ങളനുസരിച്ച് കുഴപ്പമില്ല. എന്നാലും ഒരു സ്വപ്നം ആള് കല്യാണം കഴിഞ്ഞ അപ്പം തൊട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആള് തിരുവനന്തപുരത്തായിരുന്നു വർക്ക് ചെയ്തതെന്ന്. അപ്പോൾ തിരുവനന്തപുരം കൊണ്ടുപോയി കട്ടിത്തരാന്നുള്ളൊരു പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ വലിയ സ്വപ്നം. ഞങ്ങൾ വലിയ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഈ ചെറിയ ചെറിയ നമുക്ക് നടത്താൻ പറ്റുന്ന സ്വപ്നങ്ങളിൽ ഇനി അടുത്തൊരു യാത്ര ഉണ്ടെങ്കിലൊന്ന് തിരുവനന്തപുരം പോകണം എന്നുണ്ട്. പിന്നെ ഞങ്ങൾ വേളാങ്കണ്ണിക്ക് കുടുംബസമേതം പോകാറുണ്ട്. പിന്നെ നമ്മളിവിടെ അടുത്തുള്ള മക്കളൊന്നും കാണാത്ത കുറേ ദേവാലയങ്ങളുണ്ട്. നമ്മുടെ ജെറുസലേം, പിന്നെ അൽഫോൺസാമ്മയുടെ ഭരണകാലത്തെ. അപ്പൊ ആ സ്ഥലങ്ങളിലേക്കൊക്കെ മക്കളെ കൊണ്ട് പോകണമെന്നും ആഗ്രഹങ്ങളുണ്ട്. വിവാഹം വൈകിക്കുന്നത് ആണുങ്ങളെ സംബന്ധിച്ച് ആൺപിള്ളേർക്ക് പെണ്ണ് കിട്ടാത്തൊരവസ്ഥയാണ് തോന്നുന്നത്. കാരണം ഞാൻ ചെല്ലുന്ന വീടുകളിലൊക്കെ എടാ എൻ്റെ മകനൊരു പെണ്ണ് കിട്ടാനുണ്ടാ, വല്ല പെൺകുട്ടികളുണ്ടെങ്കിൽ പറയടാ. ഒരു കുറഞ്ഞത് ഡെയിലിയെങ്കിലും ഓരോ വീട്ടുകാരെങ്കിലും നമ്മളെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഞാൻ പല കേസിലും ഞാനിതേമാതിരി വല്ല പെൺപിള്ളേരെ കാണുമ്പോഴൊക്കെ ഞാൻ ചോദിക്കും. അവരാ വീട്ടിൽ പോയി ചോദിച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് ഒന്നും. പക്ഷെ പെൺപിള്ളേരെ സംബന്ധിച്ച് എന്തോ ഒഴിഞ്ഞു മാറുന്നൊരു അവസ്ഥ മാതിരി എനിക്ക് തോന്നുന്നത്. ആണുങ്ങളെ സംബന്ധിച്ച് താല്പര്യമൊക്കെ ഉണ്ട്. പെണ്ണുങ്ങളിങ്ങനെ ഞങ്ങളിപ്പോൾ ഇല്ല, യൂറോപ്പിൽ പോട്ടെ, അവിടെ പോട്ടെ, ഇവിടെ പോട്ടെ, പഠിപ്പ് കഴിഞ്ഞുള്ള ജോലി കിട്ടട്ടെ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാനായിട്ട് തോന്നിയാണ്. ഈ എന്തായാലും ഒരു ഒറ്റയ്ക്ക് ഈ കാലഘട്ടത്തിൽ ഒരു പെണ്ണെന്ന നിലയിൽ ഞാൻ പറയുമ്പോൾ ഒറ്റയ്ക്ക് നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഫൈറ്റ് ചെയ്യണവരുണ്ട്. പക്ഷെ നമുക്കൊരു കൂടെ ഒരു സപ്പോർട്ടായിട്ട് എപ്പോഴും ഒരു ജീവിതസഖി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യം ഒരു ധൈര്യപൂർവ്വം മുന്നേറാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും. പിന്നെ മക്കളെ വേണ്ടാന്ന് വെക്കുന്നവരോടും പറയണത്, മക്കള് ദൈവത്തിന്റെ ദാനാണ്. പിന്നെ മക്കളാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. അത് അനുഭവിക്കുമ്പോഴേ നമുക്ക് അറിയുള്ളൂ. എനിക്കിപ്പോൾ ഈ 4 മക്കളാണെന്ന് വെച്ചിട്ട് അതിലെനിക്ക് വലിയ പണികളൊന്നും. ഒരു കുടുംബത്തിൽ ഇപ്പോൾ ഒരു മക്കളായാലും 2 മക്കളായാലും നമ്മൾ ചെയ്യേണ്ട പണികൾ തന്നെയുള്ളൂ. എത്ര മക്കൾ കൂടിയാലും ഒരു 2 ഡ്രസ്സ് കൂടുതൽ അലക്കാനുണ്ടാവും എന്നും. പിന്നെ ഭക്ഷണം വെക്കുമ്പോൾ എപ്പോൾ വെക്കാലും നമ്മൾ എന്തായാലും ഒരാൾക്ക് കൂടുതൽ നമ്മൾ വെക്കും. എങ്ങനെയായാലും 4 ആളുള്ളൂന്ന് വെച്ചിട്ട് 4 ആൾക്ക് നമ്മൾ ഒരു വീട്ടിലും ഭക്ഷണം വെക്കില്ല. എപ്പോഴും വെക്കാലും 2 ആൾക്ക് കൂടുതലുള്ള ഭക്ഷണം നമ്മൾ ഇടും. അതൊരു ബുദ്ധിമുട്ടേ അല്ല. ആ ഒരു ഇതിൽ അങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും. പിന്നെ ഞാൻ നോക്കിയിട്ട് കൂടുതൽ മക്കളുള്ള കാരണം അവര് വലിയൊരു എന്നെ ഹെൽപ്പ് ചെയ്യണ കാരണം എനിക്ക് സത്യത്തിൽ പണി കുറവാണ് വീട്ടില്. മൊത്തത്തില് വീട്ടിലെ പണികളായാലും. കാരണം അവർ അത്യാവശ്യം വലുതായി തുടങ്ങിയപ്പോൾ അവർക്ക് ഞാൻ അത് ഷെയർ ചെയ്ത് കൊടുത്തു ഓരോരോ പണികൾ. അപ്പൊ അത്രയും കുറവ് പണി എനിക്ക് എടുത്താൽ മതി ഉള്ളൊരു ഇതിലാണ്. അപ്പൊ മക്കൾ കൂടെ ഉണ്ടായാലും ഒരു ബുദ്ധിമുട്ടില്ല, ഉപകാരമേ ഉള്ളൂ. അമ്മ ഇവിടെ വന്ന് നിൽക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 7 ആണുങ്ങളുള്ള കാരണം പിന്നെ ഒരു സിസ്റ്റർ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് അധികം ടൈം കിട്ടാറില്ല അമ്മേനോട് കൊണ്ടുവരുത്താനായിട്ട്. എന്നാലും ഞങ്ങൾ ചാൻസ് കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ കൊണ്ടുവരും, നോക്കും. അപ്പോൾ ഈ 1 മാസം ആകുമ്പോഴേ അമ്മ പറയും പോവാ, ഞാൻ എനിക്ക് തറവാട്ടിൽ നിൽക്കണടാ, ഇവിടെ അങ്ങനെ നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട്. അമ്മയ്ക്ക് ഏജ് 90 വയസ്സായിട്ടുണ്ട്. എന്നാലും അപ്പം അമ്മ പറയും, അമ്മ ഒന്നും മിണ്ടാണ്ട് ശരിയാക്കാൻ നമുക്ക് പോവാന്ന് പറയും. അപ്പോൾ ഇങ്ങനെ അവരാരെങ്കിലും വന്ന് കൊണ്ടുപോകും. ആണ് ചെയ്യാറ്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാറാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫിൻ്റെ അമ്മയ്ക്കും അനിയത്തിക്കും വേറെ വീടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ വൈഫ് പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞങ്ങനെ അവർക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് സെപ്പറേറ്റ് ആയത്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും കൂട്ടുകുടുംബത്തിൽ അതിന് തന്നെ. കൂട്ടുകുടുംബം ആവുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞങ്ങളിപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൊരു ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഞാനും ഹസ്ബൻഡും മക്കളായിട്ട് ജീവിക്കുന്നത്. പക്ഷെ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പിള്ളേർക്ക് അസുഖമൊക്കെ വരുമ്പോൾ ഒന്ന് നമുക്ക് ഹോസ്പിറ്റലൊക്കെ പോകണമെങ്കിൽ ഇവിടെ വീട്ടിൽ നമ്മുടെ അടുത്ത് അപ്പച്ചനും അമ്മയൊക്കെ ഉണ്ട്, അല്ല സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ടെൻഷൻ ഇല്ലാണ്ട് പോകും. ഇതിപ്പോൾ ഇവർ തന്നെ സപ്പോർട്ടായി നിന്നെന്ന് പറഞ്ഞാലും നമ്മുടെ കാരണവന്മാരായിട്ട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് എപ്പോഴും ധൈര്യത്തോട് കൂടി പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് കൂട്ടുകുടുംബമാണ് ഇഷ്ടം. കാരണം അത് അവർ കണ്ട് മക്കൾ പഠിക്കും വേണം, നമ്മൾ അവരോട് കാട്ടണത് കണ്ടിട്ട് പഠിക്കും വേണം. വലിയ കുടുംബമായിട്ട് പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവര് പരസ്പരം സഹായിക്കാനുള്ള
എന്താ പറയുക ഒരു ഇത് അവർക്കുണ്ട്. ആ ഒരു നമുക്കിപ്പോൾ ഏതൊരു സാഹചര്യത്തിൽ അവരെ കൊണ്ടിട്ടാലും അവർ കുഴപ്പമില്ല. അതായത് കുറേ ആൾക്കാർ ചിലവർക്ക് അങ്ങനെയാണല്ലോ, ഒറ്റയ്ക്ക് ആ സാധനം എനിക്ക് ഒറ്റയ്ക്ക് വേണത് ഇവര് അതുകൊണ്ട് പങ്കുവെക്കല് അതൊക്കെ അവര് കുറേ മക്കളുള്ള കാരണമാണ്. ഒരു മിഠായി കിട്ടി തന്നെ നമ്മൾ അവരെ കൊണ്ടല്ല, അവൻ 4 പേരല്ലാണ്ട് നമ്മളും ഉണ്ടാവും. ചിലപ്പോൾ ഇവിടെ അമ്മാമ്മ ഉണ്ടാവും, അപ്പം അമ്മാമ്മയ്ക്ക് ആയാലും കൊണ്ടുകൊടുക്കുക. അങ്ങനെയൊക്കെ കുറേ പിള്ളേരുള്ളപ്പോഴാണ് ഇതൊക്കെ നടക്കുള്ളൂ. 1 2 ഉണ്ടാകുമ്പോൾ വെച്ചാൽ നമ്മൾ എങ്ങനെ പോയാലും ആ 2 കുട്ടികളല്ലേ ഉള്ളൂ എന്ന് വെച്ചിട്ട് അവർക്ക് നമ്മൾ ചെയ്യും. ഇത് ചിലപ്പോൾ ഒരെണ്ണം കിട്ടാന്ന് വെച്ചാൽ ഒരെണ്ണം കൊണ്ടുവരില്ല. കാരണം ഞാൻ ചേട്ടനോട് പറയും ആളാ വിധം ചെയ്യാൻ നിൽക്കണ്ട, അവർ സഹകരിച്ച് പഠിക്കട്ടെ. പക്ഷെ അത് ഞാൻ നോക്കിയിട്ട് ഭംഗിയായിട്ട് അത് ഇവിടെ കുറേ മക്കളുള്ള കാരണം ആ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ പരസ്പരം നന്നായി സഹായിക്കുന്നുണ്ട്. പിന്നെന്ന് വെച്ചാൽ നല്ല കെയറിങ് ആണ്. മൂത്തവരൊക്കെ നല്ല പക്വതയായി. ഞാൻ നോക്കിയപ്പോൾ എന്നെക്കാളും നല്ല പക്വതയോട് കൂടിയിട്ടാണ് അവര് താഴെയുള്ളവരെയൊക്കെ നോക്കുന്നത്. അപ്പോൾ ഇപ്പം ഈ ഒരു പ്രായത്തിൽ തന്നെ അവർ നന്നായി ഒരു വീട്ടിലിപ്പം നമ്മളില്ലെങ്കിൽ തന്നെ ഒരാൾക്കാർ വീട്ടിൽ വന്നാൽ തന്നെ അവരെങ്ങനെ മാനേജ് ചെയ്യാം, അതും അവരോട് എങ്ങനെ പെരുമാറാം, ഇതൊക്കെ അവർ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അത് കുറേ മക്കളുള്ള ഒരു കുടുംബത്തിൽ തന്നെ ഇത് നടക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ പല സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറയും നിന്റെ മക്കളൊക്കെ നല്ല പക്വതയുള്ള ജമന. അത് അവരങ്ങനെ ആ ജീവിതത്തിൽ കുറേ ആളുള്ള കാരണം അവരതങ്ങനെ ശീലിച്ച് പോയി. അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് മക്കൾക്ക് അസുഖം വരുമ്പോൾ മൂത്ത മകന് ഇതുമായിട്ടൊരു കോവിഡ് കഴിഞ്ഞ ടൈമിൽ പെട്ടെന്ന് നടക്കാൻ പറ്റാണ്ടായി ഇവൻ വീഴുക. അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലാവുള്ള എന്താണ് ഇവൻ ശ്രദ്ധിക്കാണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചീത്ത പറയണേ. അത് കഴിഞ്ഞ് ഇവളെന്നെ വിളിച്ചു, ചേട്ടാ അവന് എന്തോ പ്രശ്നമുണ്ട്, അവൻ സൈക്കിളുമ്പോൾ കാല് കുത്തി കയറുമ്പോഴൊക്കെ വീഴുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പേടിച്ചു. ഞാൻ ജിയോളജി ഓഫീസിലായിരുന്നു. ഓഫീസിൽ അവനോട് ഞാൻ 1 മണിക്കൂറിലെത്താം, നീ അവനെ യാത്ര ആയിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ ജൂബിലി മിഷനിൽ ഹോസ്പിറ്റലിൽ കാണിക്കുക. ഞാൻ അപ്പം അവനെ കൊണ്ടുപോയി ഡോക്ടറെ കാട്ടി കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിൽ പേടിക്കാനുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിച്ച കാര്യം ഞങ്ങൾക്ക് എന്താ രോഗം എന്ന് മനസ്സിലാക്കി തന്നെ ദൈവമേ, എന്നിട്ട് അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള. അപ്പം നമുക്ക് രോഗം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ചിലവർക്ക് ഇത് അറിയാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് വഷളാവും. പക്ഷെ ദൈവം നമുക്കത് ഭംഗിയായിട്ട് കാണിച്ചു തന്നു. അത് ഭംഗിയായിട്ട് മാറി. അവൻ ഇപ്പോൾ സൂപ്പറായിട്ട് കളിച്ച് ഫുട്ബോൾ കളിച്ച് ഭംഗിയായിട്ട് നടക്കണം. അങ്ങനെയൊക്കെ വരുമ്പോൾ അല്ലാണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ സാമ്പത്തിക പ്രശ്നങ്ങളാണ്, അത് നോക്കിയിട്ട് കാര്യമില്ല. അത് ബിസിനസ് ആകുമ്പോൾ കയറി ഇറങ്ങി നിൽക്കും. അതിനൊന്നും ഞാൻ കാര്യമാക്കാറില്ല. എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് നല്ല സൗഹൃദമുണ്ട്. ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നീ ഒരു ധ്യാനത്തിന് പോകണം എന്ന് പറഞ്ഞു. നെടുപുഴ ഒരു ജോർദാനിയ എന്ന് പറഞ്ഞ ധ്യാന സെൻ്റർ ഉണ്ട്. അപ്പോൾ ഞാൻ ആ ധ്യാനത്തിന് പോയി. ഒരാഴ്ച ധ്യാനമാണ്. ഞാൻ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പോവുക ഒരാഴ്ച. പക്ഷെ എനിക്ക് ഫസ്റ്റ് പോകുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. ഈ ഒരാഴ്ച മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും പൊളാവുമെന്ന് വെച്ചിട്ട്. പക്ഷെ എനിക്ക് മനസ്സിലായ കാര്യം, ഞാൻ ആ ധ്യാനം തൊട്ട് എല്ലാ കൊല്ലം ഞാൻ ഒരാഴ്ച ധ്യാനത്തിന് പോകും. ഒരാഴ്ച മൊബൈൽ യൂസ് ചെയ്യില്ല. എനിക്ക് ഒരു കൊല്ലം ഫൈറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ എൻ്റെ ഒരു കൊല്ലം പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള പവർ എനിക്ക് ആ ഒരൊറ്റ ആഴ്ച കൊണ്ട് കിട്ടാറുണ്ട്. ഞങ്ങള് പള്ളികളിലെ വാർഷിക ധ്യാനം, പിന്നെ ഞങ്ങള് ധ്യാനത്തിന് മിക്കതും പോകും. ഇപ്പൊ ചേട്ടന് ഇപ്പോൾ ഇവിടെ എല്ലാ അസുഖങ്ങളൊക്കെ ആയ കാരണം മാത്രം പോകാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾ പരമാവധി മക്കളെല്ലാവരും കൂട്ടിയിട്ടാണ് ഞങ്ങൾ ഒരാഴ്ച ധ്യാനത്തിന് പോകും. തന്നെ നമുക്ക് ആ ഒരു ദൈവം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ, ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്ന വ്യക്തികളാണ്. ദൈവം കൂടെ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും സാധിക്കില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നതാണ്. അപ്പോൾ കാരണം ഈ നിമിഷം വരെ ഞങ്ങൾ എല്ലാ കാര്യത്തിനും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഞാൻ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് ചോദിച്ചോ. മക്കൾക്കറിയില്ല, അപ്പോൾ അവരൊക്കെ അമ്മ എന്തേ ചോദിച്ചിട്ട് തന്നില്ല, അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. ദൈവം തരും. ഇത്തിരി വെയിറ്റ് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് നമുക്ക് ദൈവം തരും. പക്ഷെ നമ്മളൊരു കുറച്ച് ചോദിക്കുക. അപ്പം ഞാൻ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾ അപ്പച്ചനോട് അമ്മോടും ചോദിക്കില്ലേ, അതേപോലെ വാശി പിടിച്ച് ദൈവത്തോട് വാങ്ങിക്കോന്ന് പറഞ്ഞിട്ട്. കാരണം നിങ്ങൾക്ക് അത് തന്നിരിക്കും. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഭംഗിയായിട്ട് തെളിയിച്ചിട്ടുണ്ട്. ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ നിമിഷം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ ഭംഗിയായിട്ട് വിശ്വസിക്കണം. ഓരോ സന്ദർഭങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. രാവിലെ ഒരു ദിവസം പോകുന്നത് രാവിലെ എനിക്ക് കഴിഞ്ഞ് ഞാൻ നേരെ കിച്ചണിലേക്ക് കയറാം. കാരണം മക്കളെ ഫുഡിന്റെ കാര്യം സെറ്റായി കഴിഞ്ഞാൽ പകുതി സമാധാനമായെന്നാ. ഫുഡ് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഇവരെ കൂടി ഇരിക്കും. ഇവരെവിടെ ഇരിക്കണം വെച്ചാൽ അവരെ കൂടെ അവിടെ ഇരിക്കും. കാരണം വെച്ചാൽ ഞാൻ നോക്കിയിട്ട് ഇവരുടെ അടുത്ത് കൂടുതൽ നമ്മൾ കമ്പനി അടിച്ചിരുന്ന ഇവര് TV അങ്ങനത്തെ കാര്യങ്ങളൊന്നൊക്കെ മാറി നമ്മുടെ അടുത്ത് പറഞ്ഞാൽ അവരെ കേൾക്കാൻ നമ്മൾ സമ്മതിച്ചിരുന്നാൽ മതി. അവർക്ക് അതാണ്, അവർ പറയണത് കേൾക്കാൻ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടത്തോടെ ഞാൻ അവരെ കൂടെ നിൽക്കും. ക്ലാസ് ഇല്ല എന്ന ദിവസങ്ങളിലാണെങ്കിൽ പപ്പിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. കാരണം ഞങ്ങൾ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒരുമിച്ചിരുന്ന്, അതായത് പരമാവധി ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ
ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ ചില സമയത്ത് ചേട്ടൻ എത്തില്ല, പക്ഷെ രാത്രി എന്തായാലും പപ്പ എന്തായാലും അവിടേക്ക് പോവില്ലല്ലോ. ഒരു 10 മണി ആയാലും പപ്പ വീട്ടിലേക്ക് വരും എന്നുള്ളൊരു വിശ്വാസം മക്കൾക്കുണ്ട്. അതുകൊണ്ട് പപ്പ വരണ വരെ അവര് വെയിറ്റ് ചെയ്യും ഫുഡ് കഴിക്കാൻ. കാരണം അവർക്ക് പപ്പയുടെ കൂടെ കഴിക്കണം, അതൊരു ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് ഒരു ദിവസം. അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥന വെച്ച് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കുടുംബ പ്രാർത്ഥന തന്നെയല്ല, അത് കഴിഞ്ഞ് കിടക്കാൻ നേരത്തും അവരോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഈ ഒരു ദിവസം തന്നേന് ദൈവത്തോട് നന്ദി പറഞ്ഞ് തന്നെ കിടക്കണം. അത് എഴുന്നേൽക്കുമ്പോഴും അത് വേണമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളൊരു ദിവസം അങ്ങനെ കടന്നു പോകും. ഈ മക്കൾ വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുന്ന ദമ്പതികൾ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ തീരുമാനം മാറ്റും. അവരെ സ്നേഹവും അവരുടെ നമ്മളായിട്ടുള്ള ഇടപെടലും കാണുമ്പോൾ ഞാൻ നന്നായി ശിക്ഷിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷെ നന്നായി സ്നേഹിക്കുകയും ചെയ്യും. അവരും അതേമാതിരി തന്നെയാണ്. എനിക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാൻ തോന്നില്ല. അതേ ജാതിന് ഇവിടുത്തെ അന്തരീക്ഷം. ദൈവം നമുക്ക് എപ്പോഴാ തരണേ, അപ്പൊ 2 കൈയും നീട്ടി സ്വീകരിക്കുക. കാരണം മക്കള് ഉണ്ടാകുമ്പോൾ അതൊരു സന്തോഷം വേറെയാണ്. നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ഇവരുടെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ടെൻഷനൊന്നും ഉണ്ടാവില്ല. ഒരു ദിവസം തന്നെ ഇവിടെ ഇപ്പൊ 4 പേരുണ്ട്, അല്ല ഒരാളൊന്ന് കുറഞ്ഞാൽ തന്നെ എനിക്ക് ഇവിടെ ഭയങ്കര വിഷമമാണ്. കാരണം ഭയങ്കര സൈലന്റ് ആയ പോലെയാ. അപ്പോൾ നമുക്ക് ദൈവം തരുന്നത് കൈ നീട്ടി വാങ്ങാം. ദൈവം തന്നദാനമേ കയ്യിൽ വന്ന ഭാഗ്യമേ, ദൈവം തന്നദാനമേ കയ്യിൽ വന്ന ഭാഗ്യമേ.